സൂറത്തുൽ ബഖറയുടെ 57-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ബനു ഇസ്രായേല്യർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളും അവർക്ക് അല്ലാഹു മറ്റു സൃഷ്ടികളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് അല്ലാഹു നൽകിയ ഫضലുകൾ ഓർമ്മപ്പെടുത്തുകയും ആ ഒരു ഫضലുകൾ അവർ ആസ്വദിക്കുമ്പോൾ തന്നെയും അവർ അല്ലാഹുവിനോട് കാണിച്ച നന്ദികേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ഫിർഔനിൽ നിന്ന് രക്ഷ നൽകുകയും മൂസാ നബിയുടെ ജനനത്തോടെ ഫിർഔനിൻ്റെ അക്രമങ്ങളിൽ നിന്ന് ബനു ഇസ്രായേല്യർക്ക് വലിയൊരു മോചനം നൽകിക്കൊണ്ടും കടൽ പിളർത്തി അവരെ ഫിർഔനിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഫിർഔനിൻ്റെ അവരെ മുന്നിലിട്ട് തന്നെ അല്ലാഹു മുക്കി കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥം നൽകി, ഫുർഖാൻ നൽകി. ആ സന്ദർഭത്തിലും അവർ അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചു, പശുക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആരാധിച്ചു. അതല്ലാഹു പുറത്തു കൊടുത്തു. പിന്നെ അവരതാ അല്ലാഹുവിനെ നേരിട്ട് കാണാതെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്നൊരു വിഭാഗം ആളുകൾ പറഞ്ഞു. അപ്പോൾ അല്ലാഹു അവരെ മരിപ്പിച്ചു, ഇടുത്തി വീഴ്ത്തിക്കൊണ്ട് മരിപ്പിച്ചു. പിന്നീട് അവർക്ക് അല്ലാഹു വീണ്ടും ജീവൻ നൽകി, അവർക്ക് അല്ലാഹു മാപ്പ് കൊടുത്തു. അതിനുശേഷം അല്ലാഹു തീഹ് മരുഭൂമിയിൽ 40 വർഷക്കാലം അവരെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരായി അല്ലാഹു അവരെ ശിക്ഷിച്ചു. അപ്പോഴും അല്ലാഹു അവർക്ക് ആകാശത്ത് നിന്ന് തേനിൻ്റെ ആസ്വാദനമുള്ള, തേനിൻ്റെ രുചിയുള്ള, അതേപോലെ തന്നെ പാലിനേക്കാൾ വെളുത്ത, അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിലുള്ള മന്നയും സൽവയും അല്ലാഹു അവർക്ക് കൊടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ മന്ന അവരുടെ മുന്നിൽ പെയ്തിറങ്ങുന്ന ഒരു ഭക്ഷണമായി മാറി. വൈകുന്നേരമാകുമ്പോഴേക്കും സ്വാദിഷ്ടമായ ഒരു പക്ഷി അല്ലാഹു അവർക്ക് നൽകി. ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല 58-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഇദ് ഖുൽനാ ദുഖുലൂ ഹാദിഹിൽ ഖർയ. വീണ്ടും വഇദ് ഖുൽനാ, നാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ഇദ് ഖുൽനാ, നാം പറഞ്ഞ സന്ദർഭം ഓർക്കണം. ഖുൽന എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞു. ഖാല യഖൂലു ഖൗലൻ, അതിൻ്റെ മറ്റൊരു രൂപമാണ് ഖുൽന, നാം പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു എന്ന് ഉപയോഗിക്കാനുള്ള ഒരു രൂപമാണ് ഖുൽന. ഞാൻ പറഞ്ഞു എന്നെങ്ങനെ പറയുക? ഖുൽതു എന്നാണ്. ഖുൽതു, ഞാൻ പറഞ്ഞു. ഖുൽന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുൽന, നാം പറഞ്ഞു. ഉദ്ഖുലു, നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ദഖല യദ്ഖുലു ദഖ്ലൻ. അപ്പോൾ ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നാണ്. ഉദ്ഖുൽ എന്ന് പറഞ്ഞാൽ നീ പ്രവേശിക്കൂ എന്നാണ്. ഉദ്ഖുലു, നിങ്ങൾ പ്രവേശിച്ചു കൊള്ളണം. ഹാദിഹിൽ ഖറിയ, ഈ പട്ടണത്തിൽ. ഫക്കുലു, പ്രവേശിക്കുക മാത്രമല്ല, ഫക്കുലു, നിങ്ങൾ തിന്നുകൊള്ളുകയും ചെയ്യുക. മിൻഹ, ആ പട്ടണത്തിൽ നിന്ന്. ഹൈസു ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിന്ന്. ഷാ, ഉദ്ദേശിച്ചു. ശിഅ്ത, നീ ഉദ്ദേശിച്ചു. ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചു. അതിൻ്റെ മുമ്പിൽ ഹൈസു വന്നു. ഹൈസു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ പറയാനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത്, നിങ്ങൾ വന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ പോയിടത്ത് എന്ന് പറയാൻ, ആ ഇടം പറയാനാണ് ഹൈസു ശിഅ്തും. നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തിന്നുകൊള്ളുക. റഗദൻ, സുഭിക്ഷമായി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തിന്നണം. ഇതിന് സമാനമായ ആയത്ത് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതിന് സമാനമായ ഒരു ആയത്ത് എന്താണ്? വഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന ഫകുലാ വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ. സൂറത്തുൽ ബഖറയിലെ 35-ാമത്തെ ആയത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പ്രവേശിച്ച് അവിടെ താമസിക്കണം. വകുലാ മിൻഹാ ഹൈസു ശിഅ്തുമാ,
നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് തിന്നുകൊള്ളുക. അവിടെ ഷിഅ്തുമാ എന്നാ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്നിടത്ത് നിങ്ങൾ തിന്നുകൊള്ളുക. ഇവിടെ ബനു ഇസ്രായേലിനോട് അള്ളാഹ് പറയണം, നിങ്ങൾ അവിടെ പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടം പോലെ സുഭിക്ഷമായി നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. വദുഖുലുൽ ബാബ, നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യണം. ദഖല യദ്ഖുലു വദുഖുലുൽ ബാബ, നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യണം. അൽ ബാബ, കവാടത്തിലൂടെ. സുജ്ജദൻ, സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ട്. വഖൂലു, നിങ്ങൾ പറയുകയും വേണം. ഹിത്തത്തുൻ, ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറിൻ്റെ മറ്റൊരു പദമാണ്. മഗ്ഫിറത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രവേശിക്കണം. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. നഗ്ഫിർ ലക്കും, നാം നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. ഖത്തായാക്കും, നിങ്ങളുടെ പാപങ്ങൾ. വസനസീദുൽ മുഹ്സിനീൻ, അതോടൊപ്പം നാം വർദ്ധിപ്പിച്ചു കൊടുക്കും മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർക്ക്. ഇവിടെ ഓരോ കാര്യങ്ങളും പ്രത്യേകം വിശദീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിൽ പറഞ്ഞ പട്ടണം ഏതാണ്? ഈ ആയത്തിൽ പറഞ്ഞ പട്ടണം വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അത് ബൈത്തുൽ മുഖദ്ദസാണ്. എന്തുകൊണ്ടാണ്? മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹമായ ബനു ഇസ്രായേല്യരോട് ഈ ഒരു കൽപ്പന നടത്തുന്നത് സൂറത്തുൽ മാഇദയിലെ 21-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. യാ ഖൗം, ഓ എൻ്റെ സമൂഹമേ, ഉദ്ഖുലുൽ അർളുൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു വിധിച്ച പരിശുദ്ധമായ ഈ ഭൂമിയിൽ നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ എന്ന് മൂസാ നബി പറയുന്നതായി സൂറത്തുൽ മാഇദയിലെ 21-ാമത്തെ വചനത്തിലുണ്ട്. അപ്പോൾ ഇവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവേശിക്കാൻ പറഞ്ഞ അർളുൽ മുഖദ്ദസ് ഏതാണ്? അത് ഫലസ്തീനാണ്. ബൈത്തുൽ മുഖദ്ദസുള്ള ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ ആര് പറയാണ്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ആ ഒരു പട്ടണത്തെ പറ്റിയാണ് ഇവിടെ ഖറിയത്ത് എന്ന് ഈ ആയത്തിൽ പറഞ്ഞത്. അതാണ് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും തഫ്സീർ ചെയ്തിട്ടുള്ളത്. കാരണം ഖുർആനിനെ ഖുർആൻ കൊണ്ട് തഫ്സീർ നടത്തുമ്പോൾ ഈ ആയത്ത് കൊണ്ടാണ് പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നത്, ഈ ആയത്തിനെ 58-ാമത്തെ ആയത്തിനെ സൂറത്തുൽ മാഇദയിലെ ആയത്ത് കൊണ്ട് തഫ്സീർ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഫലസ്തീനിലേക്ക് പ്രവേശിക്കണം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ നിന്ന് സുഭിക്ഷമായി നിങ്ങൾ കഴിച്ചു കൊള്ളണം. പക്ഷെ അവിടേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? വദുഖുലുൽ ബാബ സുജ്ജദൻ, അക്രമികളായ ഒരു സമൂഹത്തിൻ്റെ കയ്യിലാണ് ഫലസ്തീൻ ഉണ്ടായിരുന്നത്. ഫലസ്തീൻ എന്ന് പറയുന്ന നാട് ഏതാണ്? ഇവരുടെ വല്ലുപ്പമാർ താമസിച്ച നാടാണ്. ഈ ഇസ്രായേല്യരുടെ കാക്കക്കാരണവന്മാരായ പ്രവാചകന്മാർ താമസിച്ച നാടാണ്. ഈജിപ്തിലേക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിറകെ വന്നതാണ് യാക്കൂബ് നബിയും മറ്റു മക്കളൊക്കെ. പക്ഷെ അതിനു മുമ്പ് അവരെവിടെയായിരുന്നു? ഫലസ്തീനിലായിരുന്നു. യാക്കൂബ് നബി ഫലസ്തീനിലായിരുന്നു. യാക്കൂബ് നബിയുടെ വാപ്പ ഇസ്ഹാഖ് നബി ഫലസ്തീനിലായിരുന്നു. ഇസ്ഹാഖ് നബിയുടെ വാപ്പ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സാറയും കുടുംബവും ഫലസ്തീനിൽ താമസിക്കുമ്പോഴാണ് അവരുടെ അടുക്കലേക്ക് ആര് വരുന്നത്? മലക്കുകൾ വരുന്നത്. അവിടെ നിന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ബീവിനെ എവിടെ കൊണ്ടുപോയാക്കുന്നത്? കഅബാലയത്തിൻ്റെ അടുക്കൽ മക്കയിൽ കൊണ്ടുപോയി ആക്കുന്നത്. അപ്പോൾ ഈ ബനു ഇസ്രായേല്യരുടെ പൂർവ്വ പിതാക്കന്മാരുടെ പാരമ്പര്യമുള്ളൊരു മണ്ണാണേത്? ഫലസ്തീൻ. അതവർക്ക് തിരിച്ചു കിട്ടുകയാണ്. അക്രമികളായ ഒരു ജനതയിൽ നിന്ന് അള്ളാഹു അതവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, നിങ്ങൾ അവിടെ കയറിയിട്ട് നിങ്ങൾ സുഭിക്ഷമായി എന്ത് ചെയ്തോ? ഭക്ഷിച്ചു. ഒരു വലിയ അനുഗ്രഹം അള്ളാഹ് കൊടുക്കുകയാണ്. ആദം നബിക്കും ഹവ്വാ ബീവിക്കും സ്വർഗം കൊടുത്തപ്പോൾ അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ അവിടെ കയറിയാൽ സുഭിക്ഷമായി നിങ്ങൾ ഭക്ഷിക്കണം, തിന്നുകൊള്ളണം, കുടിച്ചുകൊള്ളണം. അപ്പോൾ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ പ്രദേശത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം അവർക്ക് കുടിക്കാനും തിന്നാനൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ആവശ്യമാണ് കുടിക്കലും തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പം നമ്മളൊരു ഗസ്റ്റിനെ വീട്ടിലേക്ക് വിളിച്ചാൽ ആദ്യം നമ്മൾ എന്ത് കൊടുക്കും? വെള്ളം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിലേക്ക് എത്തിച്ചപ്പോൾ ആദ്യം പറഞ്ഞു, നിങ്ങൾ ആവശ്യം പോലെ കുടിക്കുക, തിന്നുക. ബനു ഇസ്രായേല്യരോട് ഫലസ്തീനിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ആവശ്യം പോലെ തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക. അവർക്ക് ആദ്യം അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം ആദ്യം അള്ളാഹു മുൻഗണന നൽകി. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞത്, വദുഖുലുൽ ബാബ്, നിങ്ങളതിൻ്റെ കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കണം. ആ ബാബ് എന്നതിന് പല തഫ്സീറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ശരിയായത് അവിടേക്കുള്ള ഫലസ്തീനിലേക്കുള്ള എൻട്രൻസിനെയാണ് അവിടെ ബാബ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് തഫ്സീറുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ
ബാബ് എന്ന് പറഞ്ഞാൽ ഫലസ്തീനിൻ്റെ കവാടം. അവിടേക്കുള്ള ആ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന എൻട്രൻസിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ സുജ്ജദൻ, നിങ്ങൾ സുജൂദ് ചെയ്യണം. ഇതിനെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത് റുക്കഅൻ അല്ലെങ്കിൽ ഖുലൂഅൻ, നിങ്ങൾ തല താഴ്ത്തിക്കൊണ്ട്. റുക്കൂ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു കുനിഞ്ഞു നിൽക്കുക. അപ്പം നിങ്ങൾ കുനിഞ്ഞുകൊണ്ട് വളരെ താഴ്മയോടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കണം. മാത്രമല്ല വഖൂലു ഹിത്തത്തുൻ, നിങ്ങൾ ഹിത്തത്തുൻ എന്ന് പറയണം. ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നതിന് തുല്യമായൊരു വാക്കാണ് ഹിത്തത്തുൻ. രണ്ട് കാര്യങ്ങളാണ് അവരോട് പറഞ്ഞത്. നിങ്ങൾ താഴ്മയോടെ നിങ്ങൾ ആ പട്ടണത്തിൽ പ്രവേശിക്കണം. മാത്രമല്ല നിങ്ങൾ ഹിത്തത്തുൻ എന്ന് പറയണം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവേശിക്കണം. ഇതൊരു മര്യാദയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു രാജ്യത്തെ ഒരു സമൂഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്താൽ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വിശ്വാസികൾ കാണിക്കേണ്ട മര്യാദയാണ് താഴ്മയോടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നാട്ടിൽ പ്രവേശിക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം. പ്രവാചകൻ ജീവിച്ച മണ്ണാണ് മക്ക. ആ മക്കയിൽ നിന്ന് പ്രവാചകൻ ആട്ടിപ്പുറത്താക്കപ്പെട്ടു. നീണ്ട 10 വർഷത്തിന് ശേഷം പ്രവാചകൻ്റെ കയ്യിലേക്ക് ആ മക്കയുടെ അധികാരം മുഴുവൻ പ്രവാചകൻ്റെ കയ്യിലേക്ക് എത്തി. അങ്ങനെ യൗമു ഫത്ഹു മക്ക, ആ മക്ക വിജയ ദിവസം പ്രവാചകൻ മക്കയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? റുക്അൻ ഖുലൂഅൻ, വളരെ താഴ്മയോടെയാണ് പ്രവാചകനും സഹാബത്തും ആ മക്കയിലേക്ക് തിരിച്ചു കയറുന്നത്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയ നാടിനെ എല്ലാവിധ അധികാരത്തോടു കൂടിയും പ്രവാചകൻ്റെ കൈകളിലേക്ക് എത്തുക. ഒരാൾ പോലും പ്രവാചകനെതിരെ അവിടെ ശബ്ദിക്കാനില്ല. ഒരാൾ പോലും പ്രവാചകനെതിരെ അവിടെ ആയുധമോങ്ങാനില്ല. പ്രവാചകനെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയ വലിയ നേതാക്കന്മാർ അന്നും മക്കയിലുണ്ട്, അബൂ സുഫിയാനെ പോലുള്ളവർ. പക്ഷേ എല്ലാവരും നിശബ്ദരായി, എല്ലാവരും ഒരു എതിർപ്പുമില്ലാതെ പ്രവാചകന് അനുവാദം കൊടുത്തു മക്കയിലേക്ക് പ്രവേശിക്കാൻ. പ്രവാചകനും സഹാബത്തും വന്നത് അഹങ്കാരത്തോടു കൂടിയല്ല, കിബറോടുകൂടിയല്ല, മറിച്ച് താഴ്മയോടുകൂടി പ്രവേശിച്ചു. മക്കയിൽ പ്രവേശിച്ച് കഅബാലയത്തിലെത്തിയപ്പോൾ പ്രവാചകൻ ചെയ്തത് വുളു എടുത്ത് 8 റക്അത്ത് ളുഹാ നമസ്കരിച്ചു വന്ന. ളുഹാ നമസ്കാരത്തെ പറ്റി പണ്ഡിതന്മാർ പറയുമ്പോൾ അത് മാക്സിമം 8 റക്അത്ത് വരെ നിസ്കരിക്കാമെന്നത് പ്രവാചകൻ ഈ യൗമു ഫത്ഹി മക്കയിൽ പ്രവാചകൻ എന്ത് ചെയ്തു? ആ മക്ക വിജയത്തിൻ്റെ ദിവസം 8 റക്അത്ത് പ്രവാചകൻ ളുഹാ നമസ്കരിച്ചു എന്നാണ്. അപ്പോൾ പ്രവാചകൻ വുളു എടുത്തു ളുഹാ നമസ്കരിച്ചതിനെ പറ്റി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് അള്ളാഹുവിനുള്ള ശുക്രാണ്, അത് അള്ളാഹുവിനുള്ള ശുക്രാണ്. കാരണം ഒരു രാജ്യത്തെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു, അതിനുവേണ്ടി അദ്ദേഹം ശുക്രിൻ്റെ നിസ്കാരമാണ് നിസ്കരിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താണ്? അത് ളുഹാ നമസ്കാരമാണ്. ളുഹായുടെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ ഒരുമിച്ച് വന്നു. ഒന്ന് അള്ളാഹുവിന് ശുക്ർ ചെയ്യണം, 2 ളുഹാ നമസ്കരിക്കണം. അപ്പോൾ ശുക്റും ളുഹാ നമസ്കാരവും കൂടി ഒരുമിച്ച് അവിടെ നിർവഹിക്കപ്പെട്ടു. വല്ലാഹു തആല അലം. ഏതായാലും പ്രവാചകനും സഹാബികളും മക്കയിലേക്ക് എത്തിയത് താഴ്മയോടെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, വിജയവും സഹായവും നബിയെ വന്നെത്തിക്കഴിഞ്ഞാൽ വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. അപ്പോൾ വലിയ അനുഗ്രഹങ്ങളും വിജയങ്ങളും ലഭിക്കുമ്പോൾ ആഹ്ലാദബേരി മുഴക്കിക്കൊണ്ട് അഹങ്കാരം കാണിക്കുകയല്ല, പിന്നെയോ താഴ്മയോടെ ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവിന് തസ്ബീഹ് നടത്തി എളിമയുള്ളവരാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹത്തോടും അല്ലാഹ് പറഞ്ഞ എന്താണ്? നിങ്ങൾ സുജ്ജദൻ, നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ട്, നിങ്ങൾ താഴ്മയോടെ തലകുനിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രവേശിക്കണം. മഹാനായ ഹസൻ ബസ്രി റഹ്മഹുല്ലയെ പോലുള്ള ആളുകൾ പറഞ്ഞത് അവരുടെ മൂക്ക് നിലത്തുകുത്തി, മുഖം നിലത്തുകുത്തി സുജൂദ് ചെയ്തിട്ട് ആ നാട്ടിലേക്ക് പ്രവേശിക്കാനാണ് പറഞ്ഞതെന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അതായത് ഫലസ്തീനിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിന് ശുക്രിൻ്റെ ഭാഗമായി നിലത്ത് സുജൂദ് ചെയ്തിട്ട് കയറണമെന്ന് വരെ ഈ ആയത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? തഫ്സീർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ആയത്തിൽ പറയപ്പെട്ട കാര്യം അള്ളാഹുവിന് കൊടുക്കുന്ന ശുക്രാൻ. ഫലസ്തീൻ എന്ന് പറയുന്ന നാടിനെ ബനൂ ഇസ്രായേലിയർക്ക് വളരെ സിമ്പിളായി അവർക്ക് അള്ളാഹ് എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ ആ രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോൾ താഴ്മയോടെയും അതേപോലെ തന്നെ
ഇസ്തിഗ്ഫാറിൻ്റെ വാക്ക് പറഞ്ഞുകൊണ്ടാകണം പ്രവേശിക്കേണ്ടത്. ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ ഹത്വത്ത എന്ന വാക്കിൽ നിന്നാണ് ഹിത്തത്തുൻ വന്നത്. ഹത്വത്ത എന്ന് പറഞ്ഞാൽ, ഹത്വ എന്ന് പറഞ്ഞാൽ താഴെ ഇറക്കി വെക്കുക എന്നാണ്. ഒരു കാര്യം താഴെ ഇറക്കി വെക്കുക, മുകളിലുള്ളൊരു ഭാരത്തെ താഴെ ഇറക്കി വെക്കുന്നതിന് പറയുന്ന പേരാണ് ഹത്വ യഹ്തു എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്താ ഇവരോട് താഴെ ഇറക്കി വെക്കാൻ പറഞ്ഞത്? ഇവർ ചെയ്ത പാപങ്ങൾ താഴെ ഇറക്കി വെച്ചിട്ട് വേണം പരിശുദ്ധമാക്കപ്പെട്ട ഫലസ്തീനിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നഗ്ഫിർ ലക്കും ഖത്തായാക്കും, നാം അവരുടെ നിങ്ങളുടെ പാപങ്ങൾ എന്ത് ചെയ്യും? പുറത്തു തരും. അപ്പോൾ ആദ്യം ഒരു കൽപ്പനയാണ്. എന്താണ് ആ കൽപ്പന? ഫലസ്തീനിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം, നിങ്ങൾ തിന്നണം, അതേപോലെ തന്നെ നിങ്ങൾ ആ കവാടത്തിലൂടെ പ്രവേശിക്കുമ്പോൾ താഴ്മ കാണിക്കണം, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. ഈ കൽപ്പനയുടെ ജവാബാണ്, ഈ കൽപ്പനയുടെ ഉത്തരമാണ് നഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് നാം നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വസനസീദുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർക്ക് അനുഗ്രഹങ്ങൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അതങ്ങനെയാണ്. ഒരാൾ ഇസ്തിഗ്ഫാറൊക്കെ തേടി ഒരുപാട് നന്മകൾ ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യൻ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. വഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞത് അനുഗ്രഹങ്ങളെ പറ്റിയാണ്. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞു, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ ആരാണോ കഠിനമായി പരിശ്രമിക്കുന്നവർ അവർക്ക് നാം ലനഹ്ദിയന്നഹും സുബുലനാ, അവർക്ക് വഴികൾ തുറന്നു കൊടുക്കുമെന്നാണ്. ഒരുപാട് നന്മയുടെ വഴികൾ നാം തുറന്നു കൊടുക്കും. എന്നിട്ട് അവസാനം അല്ലാഹു ആ ആയത്ത് അവസാനിപ്പിച്ച ആ സൂറത്തുൽ അൻകബൂത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അല്ലാഹു നന്മ ചെയ്യുന്നവരോടൊപ്പമാണ്. അപ്പോൾ നന്മ ചെയ്താൽ അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ ഇവരെന്താണ് ചെയ്തത്? ഇത് കൽപ്പനയാണല്ലോ, കൽപ്പനക്ക് അല്ലാഹു ജവാബും പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ കിട്ടും. പക്ഷെ ഇവരെന്താ ചെയ്തത്? അതിനി അടുത്ത ആയത്തിൽ فبدل الذين ظلموا قولا غير الذي قيل لهم. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഫബദ്ദല, ഒരു പകരം കൊണ്ടുവന്നു. ബദൽ എന്ന് പറയൂല നമ്മൾ, ബദൽ സംവിധാനം. അറബിയിൽ നിന്നാണ് ബദൽ എന്ന വാക്ക് മലയാളത്തിലേക്ക് എത്തിയത്. ബദൽ എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം മറ്റൊന്ന് കൊണ്ടുവരിക. ഫബദ്ദല, അവർ പകരം വെച്ചു. അല്ലദീന ളലമൂ, അക്രമം പ്രവർത്തിച്ചവർ. അപ്പം എല്ലാവരും അല്ല, ആ കൂട്ടത്തിൽ എല്ലാ മനുഷ്യന്മാരും ചെയ്തിട്ടില്ല. മറിച്ച് ആ കൂട്ടത്തിൽ വിഡ്ഢികളായ സുഫഹാക്കളായ അക്രമം പ്രവർത്തിച്ചവരായ ആളുകൾ എന്ത് ചെയ്തു? അവർ പകരം പറഞ്ഞു ഖൗലൻ, ഒരു വാക്ക്. എന്താണ്? ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെടാത്തൊരു വാക്കിന് അവരെന്ത് ചെയ്തു? പകരം കൊണ്ടുവന്നു. അവരോട് പറയപ്പെട്ട വാക്യതാണ് ഹിത്തത്തുൻ. നിങ്ങൾ ഹിത്തത്തുൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഫലസ്തീനിലേക്ക് പ്രവേശിക്കണം. പക്ഷെ അവരോട് പറയപ്പെടാത്ത ഒരു വാക്കാണ് അവരെന്ത് ചെയ്തത്? അവർ പകരം കൊണ്ടുവന്നത്. അതേതാണ് ആ പകരം കൊണ്ടുവന്ന വാക്ക്? പണ്ഡിതന്മാർ തഫ്സീറുകളിൽ അതിന് രണ്ട് അഭിപ്രായങ്ങൾ കൊടുത്തു. ഒന്ന് പറഞ്ഞത് ഹിൻതത്തുൻ, ഹിത്തത്തുനോട് സാദൃശ്യമുള്ളൊരു പദമാണ് ഹിൻതത്തുൻ. അതിൻ്റെ അർത്ഥം ഗോതമ്പ് മണി എന്നാണ്. ഹബ്ബത്തും മിനശ്ശഈർ, ഗോതമ്പ് മണി എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ മലയാളത്തിലൊരു വേർഡ് പറയുമ്പോൾ അതിന് സമാനമായൊരു വേർഡ് വേറെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം നമ്മൾ തമാശക്ക് എന്ത് ചെയ്യും? അതിനെ വേറെ രൂപത്തിലേക്ക് നമ്മൾ തന്നെ ചിലപ്പോൾ പറയും ഒരു പേര് കേട്ടാൽ. ഇതുപോലെ ഈ ചങ്ങാതിമാരെന്ത് ചെയ്തു? ഹിത്തത്തുൻ എന്ന് പറഞ്ഞ് ഇസ്തിഗ്ഫാറോട് കയറണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് അക്രമികളായ തെമ്മാടികളായ മോശക്കാർ പറഞ്ഞത് ഹിൻതത്തുൻ എന്ന് പറഞ്ഞു. അതായത് പരിഹസിച്ചു, ഒരു വിലയും കൊടുത്തില്ല ആ വാചകത്തിന്. മറ്റൊരിടത്ത് കാണാൻ കഴിയും ഹബ്ബത്തുൻ, അതിന് സമാനമായൊരു വാക്കാണ് ഗോതമ്പ് മണി. ഗോതമ്പിൻ്റെ ആ മണിക്ക് പറയുന്ന പേരാണ് അത്. ഈ വാക്ക് പറഞ്ഞുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അവരതിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഹിത്തത്തുൻ എന്ന വാക്കിനെ അവരൊരു അക്ഷരം അങ്ങോട്ട് തെറ്റിച്ചെന്ത് ചെയ്തു? ഹിൻതത്തുൻ എന്നാക്കി. ഒന്ന് ആലോചിച്ച് നോക്കണേ. അവരുടെ പരിഹാസവും അവരുടെ അക്രമവും. ഒരു രാജ്യം കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച്, നമ്മളൊരു നാട്ടിലേക്ക് എത്തുമ്പോൾ, ഒരു നാട്, പ്രത്യേകിച്ച് നമ്മൾ മക്കയിലേക്കൊക്കെ നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം വിനയുണ്ടാവും. നമ്മൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോവുകയാണ് നിങ്ങളെല്ലാവരും.
ഒന്ന് ആലോചിച്ച് നോക്ക്. ഫലസ്തീനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത എന്തായിരിക്കും? പ്രവാചകന്മാരുടെ നാടാണ്, പ്രവാചകൻ മിഅ്റാജ് പോയ നാടാണ്. നമുക്ക് ഒരുപാട് ഓർമ്മകൾ അങ്ങ് വരും. അവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവും, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസുണ്ട്, ആരെങ്കിലും ഒരാൾ വേറൊരു കാര്യത്തിനും പോകാതെ, വേറൊരു കാര്യവും ഉദ്ദേശിക്കാതെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി 2 റക്അത്ത് നമസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ഈ ഹദീസ് കേട്ടപ്പോൾ ഒരു സ്വഹാബി ഒരു ഗ്ലാസ് വെള്ളം പോലും അവിടെ നിന്ന് കുടിക്കാതെ തന്നെ തിരിച്ചു പോകുന്നതെന്നാണ്. എന്നാലോചിച്ച് നോക്കണം. അതായത് അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വേറൊരു ആവശ്യവും ലക്ഷ്യം വെക്കാതെ അവിടെ പോയാലെന്ന്. അപ്പോൾ അത്രയും സൂക്ഷ്മത സ്വഹാബികൾ കാണിച്ചു എന്നാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിയപ്പോൾ. ഇവിടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞപ്പോൾ ഒറ്റ കാര്യം അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാറോടുകൂടി എന്ത് ചെയ്യണം? പ്രവേശിക്കണം. അപ്പോൾ അവർ ആ വാക്കിനെ എന്ത് ചെയ്യാണ്? തമാശ രൂപേണ ഹിൻതത്തുൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യം, ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനത്തെ തമാശക്ക് പോലും എന്ത് ചെയ്യാൻ പാടില്ല, അക്ഷരങ്ങളെ കോട്ടി മാറ്റാൻ പാടില്ല. ഇത് പറയുമ്പോൾ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു വാചകമുണ്ട്, ചേർത്ത് പറയേണ്ട ഒരു വാചകം, അല്ലെങ്കിൽ ചേർത്ത് വെക്കേണ്ട ഒരു സംഭവം. നമ്മൾ പലപ്പോഴും അസ്തഗ്ഫിറുല്ലാ പറയും. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട പാപമോചനമാണ്. അതിന് അള്ളാഹു വെച്ചിരിക്കുന്നൊരു വഴിയാണ് അസ്തഗ്ഫിറുല്ലാ. ഇന്ന് ആളുകൾ പറയണത് ഏതർത്ഥത്തിലാണ്? തമാശ പറയുമ്പോൾ എന്ത് ചെയ്യും? അസ്തഗ്ഫിറുല്ലാ എന്നൊരു തമാശക്കൊരു ഡയലോഗുണ്ട്. സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കേണ്ട വിഷയമാണ്. ചിലപ്പോൾ ഇസ്തിഗ്ഫാർ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പിന്നെ അവിടെ ഒരു രസത്തിന് അസ്തഗ്ഫിറുല്ലാ പറയും. ആളുകൾ കേൾക്കാൻ വേണ്ടി അസ്തഗ്ഫിറുല്ലാ എന്നിങ്ങനെ പറയും. ഒരു കാര്യം ഉണ്ടാവില്ല. ഇസ്തിഗ്ഫാർ മനസ്സ് ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് അവൻ പറഞ്ഞ വാക്കിനെ ഒന്ന് എന്ത് ചെയ്യാണ്? രസത്തിന്, അവന് കേൾക്കാൻ വേണ്ടി രസത്തിന് അസ്തഗ്ഫിറുല്ലാ പറയുക. ആ ഒരു രസത്തിനുള്ള അസ്തഗ്ഫിറുല്ലാ നമ്മൾ പറയാൻ പാടില്ല. ഇവിടെ ഒരു വാക്ക് തെറ്റിച്ച് തമാശ രൂപേണയാണ് അവരങ്ങോട്ട് പോയത്. അള്ളാഹു അവരെ പറ്റി പറഞ്ഞതാണ് അക്രമികളായ ജനത എന്നാണ് പറഞ്ഞത്, അക്രമികളായ സമൂഹം. അപ്പം അനാവശ്യ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? ഗൗരവമുള്ള വാക്കുകളെ നമ്മൾ ഉപയോഗിക്കരുത്. ഗൗരവപ്പെട്ട വാക്കുകളെ നമ്മൾ പരിഹാസ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കാനും പാടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത ശിക്ഷ എന്താണ്? فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. അപ്പം തന്നെ അടുത്ത ശിക്ഷ ഇറങ്ങാൻ ഫഅൻസൽനാ, നാം ഇറക്കി. അൻസല യുൻസിലു ഇൻസാലൻ ഫഹുവ മുൻസിലുൻ. ഫഅൻസൽനാ, നാം ഇറക്കി. അലല്ലദീന ളലമൂ, അക്രമം പ്രവർത്തിച്ചവരുടെ മേൽ. റിജ്സൻ, റിജ്സൻ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായതിന് പറയുന്ന റിജിസ്. റിജിസ് 2 രൂപത്തിലുണ്ട്, റിജിസും പറയും റിജിസും പറയും. റിജ് കഴിഞ്ഞിട്ട് അവസാനം സീനും പറയും സാഉം പറയും. രണ്ടിൻ്റെയും അർത്ഥം എന്താണ്? മ്ലേച്ഛമായതെന്ന് അർത്ഥമാണ്. ഇവിടെ റിജിസൻ, മ്ലേച്ഛമായത്, മോശപ്പെട്ടത്. മിനസ്സമാ, ആകാശത്ത് നിന്ന് അല്ലാഹു ഇറക്കി. ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ ചെയ്ത ഫസ്ക് കൊണ്ട്, അതായത് അവർ ചെയ്ത തെമ്മാടിത്തരം കാരണം, കുഴപ്പം കാരണം അള്ളാഹു ആകാശത്ത് നിന്ന് ശിക്ഷ ഇറക്കി. അപ്പോൾ ആകാശത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ശിക്ഷയും ഇറക്കും, ബർക്കത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഇറക്കും. അള്ളാഹ് പറഞ്ഞില്ലേ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, അവർ വിശ്വസിക്കുകയും അവർ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആ പട്ടണങ്ങളുടെ മേൽ നാം എന്ത് ചെയ്യും? ബറക്കത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. മാത്രമല്ല ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ബറക്കത്തിൻ്റെ കവാടങ്ങൾ. പക്ഷേ വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, പക്ഷെ അവരെന്താ ചെയ്തത്? നിഷേധിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായി അവരെ നാം പിടിക്കുകയും ചെയ്തു. അപ്പോൾ ആകാശത്ത് നിന്ന് അള്ളാഹു എന്ത് ചെയ്യും? ശിക്ഷയും രക്ഷയും ഇറക്കും, ബർക്കത്തും നിന്ദ്യതയും അള്ളാഹു ഇറക്കും. നമ്മൾ ഈ സൂറത്ത് ബഖറ എടുത്ത് നോക്കി നമുക്ക് കാണാൻ കഴിയും, അള്ളാഹു അൻസൽന ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. മഴയിറക്കി, അനുഗ്രഹങ്ങൾ ഇറക്കി, അതേപോലെ തന്നെ ശിക്ഷ ഇറക്കി. അപ്പോൾ ആകാശത്തുള്ളവനെ പറ്റി നമ്മൾ നിർഭയരായിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. നമ്മൾ പ്രതീക്ഷയോടെ ഭയപ്പാടോടുകൂടിയാകണം ആകാശത്തുള്ളവനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രതീക്ഷിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅൻസൽനാ, നാം ഇറക്കി, അലല്ലദീന ളലമൂ, അക്രമികളുടെ മേൽ, അല്ലദീന ളലമൂ, അക്രമം പ്രവർത്തിച്ചവരുടെ മേൽ, റിജ്സൻ മിനസ് സമാ,
ആകാശത്തു നിന്നുള്ള റിജിസ് ഇറക്കിയെന്ന്. ആ റിജിസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പ്ലേഗ് രോഗമാണെന്ന് പറഞ്ഞവരുണ്ട്, അത് ഒരു ഇടിത്തിയാണെന്ന് പറഞ്ഞവരുണ്ട്, അത് മാരകമായ എന്തോ രോഗമാണെന്ന് പറഞ്ഞു. ഏതായാലും അതവർക്കുള്ള ശിക്ഷയാണ്. ആ ശിക്ഷ ആർക്കാണത് അള്ളാഹു ഇറക്കിക്കൊടുത്തത്? അലല്ലദീന ദൊലമു, അക്രമം പ്രവർത്തിച്ചവരുടെ മേലാണ്. അപ്പോൾ എല്ലാവരെയും ആ ശിക്ഷ എന്ത് ചെയ്തിട്ടില്ല? ബാധിച്ചിട്ടില്ല. എല്ലാവരുടെ മേലും ശിക്ഷ ബാധിച്ചിരുന്നെങ്കിൽ മൂസാ നബിയുടെ മേലും ശിക്ഷ ബാധിക്കുമായിരുന്നു. അപ്പോൾ ആ പ്രവാചകൻ ഉണ്ടായിരിക്കെ ആ പ്രവാചകനിൽ വിശ്വസിച്ച നല്ലവരായ കുറേ ആളുകളുണ്ട്, അവരെ ബാധിക്കാതെ അക്രമം പ്രവർത്തിച്ചവരെ എന്ത് ചെയ്തു? ബാധിച്ചു. മൂസാ നബി 70 പേരെയും കൊണ്ടുപോയപ്പോൾ മൂസാ നബിക്ക് അത് ബാധിച്ചില്ല, ആ 70 ആളുകൾക്ക് അത് എന്ത് ചെയ്തു? ബാധിച്ചു. അപ്പോൾ ഈ കൂട്ടത്തിൽ പല ടൈപ്പ് ആളുകളുണ്ട്. മൂസാ നബിയുടെ അനുയായികളുടെ ബനു ഇസ്രായേലിയുടെ കൂട്ടത്തിൽ എന്തുണ്ട്? കടൽ പിളർന്നു പോയ സംഘത്തിൽ ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ പല ജാതി ആളുകളുണ്ട്. അവർ ഓരോരുത്തരും ഓരോ സമയത്ത് ഓരോ വിഭാഗം പല തിന്മകളാണ് പുറത്തെടുക്കുക. കാരണം 12 ഗോത്രത്തിൻ്റെ ആളുകളാണ് ആരുടെ കൂട്ടത്തിലുള്ളത്? മൂസാ നബിയുടെ കൂട്ടത്തിലുള്ളത്. 12 മക്കളുടെ തലമുറ. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ നമുക്കത് മനസ്സിലാവും. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി. വഇദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി. ഇസ്തസ്ഖാ എന്ന് പറഞ്ഞാൽ വെള്ളം ആവശ്യപ്പെടുക എന്നാണ്. സഖാ യസ്കി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചു എന്നാണ്. സഖാ യസ്കി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചു. ഇസ്തസ്ഖ എന്ന് പറഞ്ഞാൽ വെള്ളം ആവശ്യപ്പെട്ടു. ഇസ്തഫ്അല യസ്തഫ്ഇലു ഇസ്തിഫ്ആലൻ. ഇസ്തഫ്അല വസനിലാണ് ഈ ഒരു വെർബ് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഇസ്തിആന സഹായം ആവശ്യപ്പെട്ടു, ഇസ്തഅ്ദന അനുവാദം ആവശ്യപ്പെട്ടു. അതുപോലെ ഇസ്തസ്ഖ വെള്ളം ആവശ്യപ്പെട്ട സന്ദർഭം നിങ്ങൾ ഓർക്കണം. മൂസാ നബിയാണ് ആവശ്യപ്പെട്ടത്. ആർക്കു വേണ്ടി? ലിഖൗമിഹി, തൻ്റെ സമൂഹത്തിന് വേണ്ടി വെള്ളം ആവശ്യപ്പെട്ട സന്ദർഭം നിങ്ങൾ ഓർക്കണം. അപ്പം മൂസാ നബി ആരോടായിരിക്കും ആവശ്യപ്പെട്ടത്? അള്ളാഹുവിനോട് വെള്ളം ആവശ്യപ്പെട്ടു. ഏത് സന്ദർഭത്തിലാണ് ഈ വെള്ളം ആവശ്യപ്പെടുന്നത്? ഇവർ 40 കൊല്ലത്തോളം അലഞ്ഞു തിരിയുന്നത് എവിടെയാണ്? തീഹ് മരുഭൂമിയിലാണ്. ആ മരുഭൂമിയിൽ അള്ളാഹ് മന്നയും സൽവയും ഇറക്കി കൊടുത്തു. പക്ഷെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം അവർക്കില്ലാത്തത് കൊണ്ട് അവരുടെ ആവശ്യപ്രകാരം മൂസാ നബി എന്ത് ചെയ്തു? അള്ളാഹുവിനോട് വെള്ളത്തിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചു, ആവശ്യപ്പെട്ടു. അങ്ങനെ ഫഖുൽന, ആ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ഫഖുൽന നാം പറഞ്ഞു, അള്ളാഹു പറയാൻ നാം പറഞ്ഞു, ഇദ്രിബ് ലൊറബ യദ്രിബ്. ലൊറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാണ്. ലൊറബയുടെ കറക്റ്റ് ഭാഷാർത്ഥം എന്താണ്? അടിച്ചു. ലൊറബ യദ്രിബു ലൊർബൻ. ഇവിടെ യദ്രിബ് നീ അടിക്കണം. ആരോടാ പറയണത്? മൂസാ നബിയോട് പറയാണ് ഇദ്രിബ് ബിഅസാക്, താങ്കളുടെ കയ്യിലുള്ള അസ എന്ന് പറഞ്ഞാൽ വടി എന്നാണ്. അസ, വടി കൊണ്ട് താങ്കൾ അടിക്കണം. അൽ ഹജറ, കല്ലിൽ, ഏതെങ്കിലും ഒരു കല്ലിൽ. അവിടെ ഒരു പ്രത്യേക ഒരു കല്ലിനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അൽ ഹജർ പറഞ്ഞത്. ഹജറ എന്ന് പറഞ്ഞാൽ ഏത് കല്ലും ആകാം, പക്ഷെ അവിടെ അള്ളാഹു നിശ്ചയിച്ച ഒരു പ്രത്യേക കല്ലിൽ എന്ത് ചെയ്യണം? അൽ ഹജറ, അടിക്കാൻ പറഞ്ഞു. അപ്പം എന്ത് സംഭവിച്ചു? ഫൻഫജറത്, ഇൻഫജറ യൻഫജിറു, ഇൻഫിജാറൻ, അതായത് പൊട്ടി പുറപ്പെട്ടു. ഇൻഫജറ എന്ന് പറഞ്ഞാൽ ഇൻഷിഖാഖ്, പൊട്ടി പുറത്തു വരുന്നതിനെയാണ്. അതുകൊണ്ടാണ് സുബ്ഹിൻ്റെ സമയത്തിന് ഫജ്ർ എന്ന് പറഞ്ഞത്. ഇരുട്ടിൽ നിന്ന് പ്രകാശം പൊട്ടി കീറിയാണ് പുറത്തു വരുന്നത്. മനസ്സിലായോ? കിഴക്കിൻ്റെ ചക്രവാളത്തിൽ ഈ പ്രകാശം, പ്രഭാതത്തിൻ്റെ പ്രകാശം പുറത്തേക്ക് വരുന്നത് ഇരുട്ടിനെ കീറിയാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ പദം ഫജ്റിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫജ്ർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? പൊട്ടി പുറത്തു വരിക എന്നാണ്. ഇൻഫിത്താഹ്, ഇൻഷിഖാഖ് എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. അപ്പോൾ ഇവിടെ അള്ളാഹ് പറയുന്നത് ഫൻ ഫജറത്ത്, ആ അടി കൊടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഇൻഫജറത്ത്, പൊട്ടി പുറത്തു വന്നു. മിൻഹു, അതിൽ നിന്ന്, ആ കല്ലിൽ നിന്ന്, ഇസ്നത്ത അശ്റത്ത. ഇസ്നത്ത അശ്റത്ത എന്ന് പറഞ്ഞാൽ 12, ഇസ്ന 2, അശ്റത്ത 10. അപ്പോൾ ഇസ്നത്ത അശ്റത്ത 12. ഐന, നീരുറവകൾ. ഒരടിയിൽ, ഒരു പാറയിൽ നിന്ന് എന്ത് വന്നു? 12 നീരുറവ വന്നു ഒറ്റടിയിൽ. എന്തിനാണത് 12 ആക്കിയത്? 12 മക്കളുടെ
തലമുറയാണ് ആരുടെ കൂട്ടത്തിലുള്ളത്? മൂസാ നബിയുടെ കൂട്ടത്തിലുള്ളത്. യാക്കൂബ് നബിയുടെ 12 മക്കൾ, ആ 12 മക്കളുടെ ആ പിൻഗാമികളും ആരുടെ കൂട്ടത്തിലുണ്ട്? മൂസാ നബിയുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഒരു അരുവി കൊടുത്താൽ ഇവർ തമ്മിൽ എന്താവും? അടിയാവും, അടിയും ബഹളമൊക്കെ ആവും, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു മസ്ലഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? കൊടുത്ത സംഗതി കൃത്യമായി വീതിച്ചങ്ങ് കൊടുത്തു. അപ്പോൾ ഒരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് കണ്ടാൽ, ഒരെണ്ണം എല്ലാവർക്കും കൂടി കൊടുത്താൽ പ്രശ്നം ഉണ്ടാവുമെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വീതിച്ച് പകുത്ത് നമ്മൾ കൊടുക്കണം എന്ന് വലിയ ആശയം ഈ ഒരു ആയത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? 12 അരുവികളെ ഹജർ, ആ കല്ലിലുള്ള അടിയോടുകൂടി 12 അരുവികൾ അള്ളാഹു പുറത്തു കൊണ്ടുവന്നു. ഖദ് അലിമ, അറിഞ്ഞിട്ടുണ്ട്. അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു. ഖദ് അലിമ എന്ന് പറഞ്ഞാൽ ആ കാര്യത്തെ തീർച്ചപ്പെടുത്താൻ, അറിഞ്ഞിട്ടുണ്ട്. കുല്ലു ഉനാസിൻ, കുല്ലു ഉനാസ് എന്ന് പറഞ്ഞാൽ അസ്ബാത്ത്. ആ 12 മക്കളുടെ പിൻഗാമികൾ എന്ത് ചെയ്തു? അവരറിഞ്ഞു, മനസ്സിലാക്കി. മഷ്റബഹും, ഓരോരുത്തരും എവിടെ നിന്നാണ് കുടിക്കേണ്ടതെന്ന് അവർക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. 12 മക്കളുടെ, ആ യാക്കൂബ് നബിയുടെ 12 മക്കളുടെ തലമുറക്കും മനസ്സിലായി ഞങ്ങൾ എവിടെ നിന്നാണ് കുടിക്കേണ്ടതെന്നുള്ളത്. ഓരോരുത്തർക്കും ഏത് ഐനാണ്, ഏത് അരുവിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പം ഇവിടെ ഐനെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അരുവി, നീരുറവ എന്നാണ്. നമ്മൾ ഐനെന്ന് പൊതുവെ പഠിച്ചിട്ടുള്ളത് എന്തിനാണ്? കണ്ണിനാണ്. പക്ഷെ കണ്ണിന് മാത്രമല്ല ഉപയോഗിക്കുക, മറിച്ച് അരുവിക്കും എന്തു ചെയ്യും? ഐന് എന്ന പദം ഉപയോഗിക്കും. അപ്പോൾ ആ ഒരു നീരുറവയുടെ 12 നീരുറവയും ഓരോരുത്തരും ഓരോ വിഭാഗവും എവിടെ നിന്ന് കുടിക്കണമെന്ന് ഖദ് അലിമ കുല്ലു ഉനാസിം മഷ്റബഹും, അവരെന്ത് ചെയ്തു? അവർ മനസ്സിലാക്കി. കുലു പറയാണ്, നിങ്ങൾ തിന്നുകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ തിന്നുകൊള്ളുക. വഷ്റബൂ, നിങ്ങൾ കുടിച്ചോ. വെള്ളവും കൊടുത്തു, ഭക്ഷണവും കൊടുത്തു. തീഹ് മരുഭൂമിയിൽ എന്ത് കൊടുത്തു? മന്ന കൊടുത്തു, സൽവ കൊടുത്തു, വെള്ളത്തിനുള്ള അവസരം കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? കുലു എന്നും പറഞ്ഞു, കൂട്ടത്തിൽ എന്തും പറഞ്ഞു? വഷ്റബൂ മിർ റിസ്ഖില്ല, അള്ളാഹുവിൻ്റെ റിസ്ക്, അള്ളാഹിൻ്റെ ഭക്ഷണം, അതിൽ നിന്ന് നിങ്ങൾ കുടിക്കുകയും തിന്നുകയും ചെയ്യുക. വല തഅസൗ, നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത്, നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്. ഫിൽ അർള്, ഭൂമിയിൽ. മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അക്രമം പ്രവർത്തിക്കരുത്. അപ്പോൾ അക്രമം പ്രവർത്തിച്ചാൽ നിങ്ങൾ ആരാകും? ഫാസിദീങ്ങൾ ആകും, ഫസാദ് ഉണ്ടാക്കിയവരാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവരാവശ്യപ്പെട്ട വെള്ളം അവർക്ക് കൊടുത്തു. ആ വെള്ളം കൊടുത്തപ്പോൾ അവർക്കിടയിൽ അടിപിടി കൂടാതിരിക്കാൻ അതിനെ 12 അരുവികളാക്കി, നീരുറവകളാക്കി കൊടുത്തു. എന്നിട്ട് നിങ്ങളിനി ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫസാദ് ഉണ്ടാക്കരുതെന്നൊരു താക്കീതും കൂടി അള്ളാഹു എന്ത് ചെയ്തതാണ്? കൊടുക്കാൻ. ശരിക്കും പറയാം, ഇതൊരു അത്ഭുതമാണ്, അടുത്തൊരു വലിയ ദൃഷ്ടാന്തമാണ്. കാരണം മൂസാ നബിയുടെ കയ്യിലിരുന്ന വടിയുടെ 3 വലിയ അത്ഭുതങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. 3 വലിയ അത്ഭുതങ്ങൾ. ആ 3 വലിയ അത്ഭുതങ്ങളിൽ ഒന്നാമത്തത് മൂസാ നബി കാണിക്കുന്ന എവിടെയാണ്? ഫിറഔനിൻ്റെ മുന്നിലാണ്. അതിനെ നിലത്തിട്ട് അത് പാമ്പായി മാറി, അല്ലേ? രണ്ടാമത്തത് എന്ത് ചെയ്തു? കടലിൻ്റെ മുന്നിൽ, കടൽ തീരത്ത് ആ വടി കൊണ്ടടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ കടലിനെ പിളർത്തി. മൂന്നാമത്തെ വലിയ അത്ഭുതമാണ് വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ ഒരു കല്ലിൽ ആ വടി കൊണ്ടടിച്ചപ്പോൾ 12 നീരുറവകളായി പുറത്തു വന്നു എന്നുള്ളത്. അപ്പോൾ ഒരു അത്ഭുതം അവരുടെ മുന്നിൽ വെച്ച് അള്ളാഹു എന്ത് ചെയ്യാണ്? കണ്ണുകൊണ്ട് കാണിക്കണം. അപ്പോൾ അവരുടെ ഈമാൻ എന്ത് ചെയ്യണം? ഒന്നുകൂടി സ്ട്രോങ് ആകണം. മൂസാ നബിയിൽ അവർ ഒന്നുകൂടി ഉറച്ചു വിശ്വസിക്കണം. മൂസയുടെ വടി സംഭവം അത് കടലിലടിച്ചാൽ മാത്രമല്ല കേട്ടോ, അത് ഫിറൗൻ്റെ മുന്നിലിടാൻ വേണ്ടി മാത്രമല്ല, അത് ഒരുപാട് സംഭവം ഉണ്ടതിൽ. അള്ളാഹു വിചാരിച്ചാൽ അതുകൊണ്ട് എന്ത് ചെയ്യും? പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റും. അവരുടെ ഈമാൻ അങ്ങോട്ട് ഉറക്കണം. പക്ഷെ ഈമാൻ അങ്ങോട്ട് ഉറച്ചിട്ടില്ല. അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹ് പറയണത്. അടുത്ത ആയത്തിൽ അള്ളാഹ് പറയുകയാണ്, എന്താണ്? വഇദ് ഖുൽതും യാ മൂസ, നാം പറഞ്ഞ സന്ദർഭം ഓർക്കണം. യാ മൂസ, ഓ മൂസ, നാം പറഞ്ഞ സന്ദർഭം ഓർക്കണം. ലൻ നസ്ബിറ, സോറി, വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം. യാ മൂസ, ഓ മൂസ. ഖുൽതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു. വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം. യാ മൂസ, ഓ മൂസ, ലൻ നസ്ബിറ അലാ ത്വആമിൻ വാഹിദ്. ലൻ നസ്ബിറ, ഞങ്ങൾക്ക് സഹിച്ച് നിൽക്കാൻ കഴിയൂല. സബറ യസ്ബിറു സബറൻ, ക്ഷമിച്ച് നിൽക്കാൻ കഴിയുകയേയില്ല മൂസ. അലാ ത്വആമിൻ,
വാഹിദ്. ഈ ഒരേ ഭക്ഷണം കഴിച്ച് നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല മൂസ. അതുകൊണ്ട് ഫദ്ഉ ലനാ, ഉദ്ഉ, നീ പ്രാർത്ഥിക്കണം. ദഅ യദ്ഉ, അതിൻ്റെ അമ്രാണ് ഉദ്ഉ, നീ പ്രാർത്ഥിക്കണം. ഫദ്ഉ, അതിനാൽ താങ്കൾ പ്രാർത്ഥിക്കണം. ലനാ, ഞങ്ങൾക്ക് വേണ്ടി, റബ്ബക്, നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. വെള്ളം കിട്ടാൻ മൂസാ നബി പ്രാർത്ഥിച്ചതുപോലെ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് വേണ്ടി ഈ ഭക്ഷണമൊക്കെ ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? യുഖ്രിജ് ലനാ, ഞങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരാൻ. അഖ്റജ യുഖ്രിജു ഇഖ്റാജൻ. അപ്പം യുഖ്രിജു, പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ലന, ഞങ്ങൾക്ക് വേണ്ടി. മിമ്മ തുംബിത്തുൽ അർള്, അംബത്ത യുംബിത്തു ഇംബാത്തൻ, ഭൂമി പുറത്തു കൊണ്ടുവരുന്ന, ഭൂമി മുളപ്പിക്കുന്ന വസ്തുക്കൾ ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതായത് ഭൂമി മുളപ്പിച്ച് തരുന്ന ധാന്യങ്ങളും ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മിം ബഖ്ലിഹ, അതൊരു പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു മൂസാ നബിയോട്, ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. മിം ബഖ്ലിഹ, എണ്ണി പറയാൻ. ബഖ്ൽ എന്ന് പറഞ്ഞാൽ ചീര. അപ്പോൾ ഭൂമി പുറത്തു കൊണ്ടുവരുന്ന ചീര, ഇലക്കറികൾ നമുക്ക് വേണം. വഖിസാഇഹ, ഖിസ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളരി, കക്കരി. അതിലെ കക്കരിയും വെള്ളരിയൊക്കെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഫൂമിഹ, ഫൂം എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. അദസിഹ, അദസ് എന്താ? പയർ വർഗത്തിൽപ്പെട്ട എല്ലാം പെടും. അപ്പോൾ അതിലെ പയർ വേണം. ബസലിഹ, അതിലെ ഉള്ളി വേണം. സവാള, ഉള്ളി, ആ ഇനത്തിൽപ്പെട്ടതൊക്കെ അവർക്ക് വേണം. ഇതൊക്കെ അവരെവിടെ കഴിച്ചിരുന്നു? ഈജിപ്തിൽ ഇതൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ തീഹ് മരുഭൂമിയിൽ കിട്ടണ എന്താ? ആകാശത്ത് നിന്ന് അള്ളാഹു അത്ഭുതകരമായി ഇറക്കിക്കൊടുത്ത ഏറ്റവും നല്ല ഭക്ഷണമാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മാംസാഹാരമാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്നിട്ടാണ് അവർ ചോദിക്കുന്നത്, നമുക്ക് ലൻ നസ്ബിർ അലാ ത്വആമിൻ വാഹിദ്, നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോകാനൊന്നും പറ്റൂല. എത്ര നാളായി ഈ ഭക്ഷണം? ഒരു മാറ്റം വേണ്ടേ, ഒരു ചേഞ്ച് വേണ്ടേ? അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഭൂമി മുളപ്പിച്ച് തന്നെ പയറും വെള്ളരിയും കക്കരിയും ഗോതമ്പൊക്കെ നമുക്ക് വേണം. അപ്പോൾ മഹാനായ മൂസാ നബി അവരോട് ചോദിച്ചു. ഖാല, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. അതസ്തബ്ദിലൂൻ, ഇസ്തബ്ദല, യസ്തബ്ദിലു, ഇസ്തിബ്ദാൽ. നിങ്ങൾ പകരം ചോദിക്കുകയാണോ? ഇസ്തബ്ദലയുടെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പകരം. ബദല, പകരം വെച്ചു എന്നാണ്. ഇസ്തബ്ദല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇസ്തിആന, ഇസ്തഅ്ദന, ആ ഫോമിലാണ്. പകരം ചോദിക്കുകയാണോ നിങ്ങൾ ആവശ്യപ്പെടുകയാണോ? അല്ലദീ, എങ്ങനെയുള്ളത്? ഹുവ അദ്നാ, താഴ്ന്നത്, പുറമേയുള്ളത്. ഏതിനേക്കാളും? ബില്ലദീ ഹുവ ഖൈർ, ഏറ്റവും നല്ലതിനേക്കാളും, അല്ലെങ്കിൽ ഏറ്റവും നല്ലതിനെ അപേക്ഷിച്ച് ഏറ്റവും താഴ്ന്നതിനെ നിങ്ങൾ എന്നോട് പകരം ചോദിക്കുകയാണോ? ഏറ്റവും നല്ലതിനെ മാറ്റി നിർത്തി നിങ്ങൾ ഏറ്റവും താഴെയുള്ളതിനെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ? അപ്പോൾ ഏറ്റവും നല്ലതാണ് അള്ളാഹ് ആർക്ക് കൊടുത്തത്? ബനു ഇസ്രായേലിയർക്ക്. ആ തീഹ് മരുഭൂമിയിൽ അവർ ജീവിക്കുന്നത് പോലും ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൻ്റെ ഇടയ്ക്ക് പോലും അള്ളാഹ് എന്ത് കൊടുത്തു? ഏറ്റവും ഹൈറായത് കൊടുത്തു. അപ്പോഴും അവർ ചോദിക്കുകയാണ്, നമുക്കിനി ഇതൊന്നും പറ്റൂല. ഒന്ന് ആലോചിക്കണം. വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു. അങ്ങനെ ആ വെള്ളം കുടിച്ചു. അള്ളാഹ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു, വലാ തഅസൂ ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്നവരായി ഭൂമിയിൽ എന്ത് ചെയ്യരുത്? അക്രമം കാണിക്കരുത്. അതിനൊക്കെ ശേഷമാണ് പറയുന്നത്, നമുക്ക് ഈ പരിപാടി, ഈ ഭക്ഷണമൊന്നും ഇനി പറ്റൂല, നമുക്കിനി പുതിയ ഫുഡ് വേണം. അപ്പോൾ മഹാനായ മൂസാ നബി അടുത്ത ഡയലോഗ്, ഇഹ്ബിതു ഹബത്ത യഹ്ബിതു, ഇറങ്ങിപ്പോക്കോളാൻ. ഇതേ വാചകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറത്തിൽ ആരോട് പറഞ്ഞിട്ടുണ്ട്? ഇബ്ലീസിനോടും ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഹവ്വ ബിവിയോടും പറഞ്ഞു. എന്താ? ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. കാരണം സ്വർഗം ഏറ്റവും നല്ല ടോപ്പിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിയപ്പോൾ അവിടെ വെച്ചൊരു തെറ്റ് ചെയ്തപ്പോൾ ഇനി ഇവിടെ പറ്റൂല, ഇനി താഴോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ മൂസാ നബി എന്താ പറഞ്ഞത്? ഇഹ്ബിതു, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളി. നീരുറവകൾ 12 നീരുറവകൾ ഇവിടെ തന്നു, മന്നയും സൽവയും തന്നു. ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, നിങ്ങൾക്ക് കിട്ടും. എവിടെ നിന്ന് കിട്ടും? ഫഇന്നലക്കും ഇഹ്ബിതു മിസ്ര, പട്ടണത്തിലേക്ക് പോക്കോ, അതായത് സിറ്റിയിലേക്ക് പോക്കോ, നിങ്ങൾക്ക് കിട്ടും. മിസ്ര എന്നുള്ള അർത്ഥം ഇവിടെ ഈജിപ്റ്റ് എന്ന അർത്ഥത്തിലല്ല, പട്ടണത്തിന് വേണ്ടി മിസ്ര എന്ന പദം എന്ത് ചെയ്യും? ഉപയോഗിക്കും. ഇപ്പം മദീനയുടെ ശരിക്കും അർത്ഥം എന്താ? സിറ്റി, പട്ടണം എന്നാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്?
മക്കയിലെ മദീനക്ക് എന്ത് ചെയ്യും? മദീന എന്ന് ഉപയോഗിക്കും. അതുപോലെയാണ് ഇവിടെ മിസ്ർ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ പട്ടണത്തിലേക്ക് പോക്കോ, ജനങ്ങളുള്ള ആ സ്ഥലത്തേക്ക് പോക്കോ, അവിടെ ചെന്നാൽ ഫൈന്നലക്കും മാ സഅൽതും, നിങ്ങൾ ചോദിച്ചതൊക്കെ അവിടെ കിട്ടും. ഇവിടെ കിട്ടൂല. ഇവിടെ നിന്ന് പൊക്കോളി. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കോ എന്ന് പറയണം. ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവരിറങ്ങിയോ? അവരിറങ്ങിയില്ല. അവരവിടെ തന്നെ നിന്നു. അവർക്ക് അതൊന്നുമല്ല ആവശ്യം. അവരൊന്ന് കഴിയുമ്പോൾ അടുത്ത് എന്ത് ചെയ്യും? മൂസാ നബിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അടങ്ങിയറാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അങ്ങനെയല്ല, ചോദ്യം ചോദിച്ച് അടങ്ങിയറാക്കും. ഒന്ന് കൊടുത്താൽ ആൾക്ക് മതിയാവില്ല. നമ്മൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് നമ്മൾ പറയൂലേ. പക്ഷേ ഇതുവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഒന്നിനു പുറകെ ഒന്നായിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മൂസാ നബിയുടെ സമൂഹം വഴിപിഴച്ചു പോകാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? കെസ്റത്തു സുആല, ചോദ്യത്തിൻ്റെ ആധിക്യം. അത് പല രൂപത്തിലാണ്. സംശയങ്ങളായിട്ട് ചോദിക്കും, അതേപോലെ ആവശ്യങ്ങളായിട്ട് ചോദിക്കും. നിരന്തരം അവർ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ തന്നെ അതിലൊരുപാട് സംശയം ഉണ്ടാവും. മാത്രമല്ല ഇവരുടെ ആവശ്യങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ കുറക്കണം. മൂസാ നബീനെ അവരെ എട്ടങ്ങേറാക്കിയത് ഈ ആവശ്യപ്പെടലിൻ്റെ ചോദ്യം ഉണ്ടല്ലോ, അത് അങ്ങ് ആധിക്യത്തിലായിപ്പോയി. അങ്ങനെ മൂസാ നബി ചോദിച്ചൊക്കെ അവർക്ക് വേണ്ടി പരിശ്രമിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവരെന്ത് ചെയ്യാണ്? ഏറ്റവും താഴ്ന്നതാണ് ചോദിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല, ഏറ്റവും നല്ലത് വാങ്ങി ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇതെന്ത് സാധനം ഇതെന്ന് ചോദിക്കും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമുക്ക് ഇഷ്ടപ്പെടില്ല. മൂസാ നബി ഏറ്റവും നല്ലതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവർക്ക് വാങ്ങിക്കൊടുത്തത്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും താഴ്ന്നത് അവർ ചോദിച്ചപ്പോൾ മൂസാ നബിക്ക് ദേഷ്യം വന്നു. അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇപ്പോൾ ഇറങ്ങിക്കോളി എന്നാ, നേരെ പട്ടണത്തിൽ പോയി അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയോ? അവർ പോയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറയാണ്, വളുരിബത് അലൈഹിമുദ്ദില്ലതു വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ്. വളുരിബത്, ഇവരുടെ ഈ ചോദ്യം കാരണം ലറബ യദ്രിബു ലർബൻ, ളുരിബത് അടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അലൈഹിം അവരുടെ മേൽ അദ്ദില്ലതു വൽ മസ്കന. ദില്ലത്ത് എന്ന് പറഞ്ഞാൽ നിന്ദ്യത, താഴ്ന്ന അവസ്ഥ. അതായത് ഒരാൾ നിന്ദ്യനാവുക എന്ന് പറഞ്ഞാൽ എന്താ? താഴോട്ട് പോകുക എന്നാണ്. അവൻ്റെ അന്തസ്സും അഭിമാനമൊക്കെ എന്ത് ചെയ്യുക? താഴോട്ട് പോകുന്ന അവസ്ഥയാണ് നിന്ദ്യത എന്ന് പറയുക. ആ വാക്കിന് എളിമ എന്നൊരർത്ഥമുണ്ട്, പക്ഷെ അത് ഇവിടെയല്ല. അത് വേറൊരു സ്ഥലത്ത് ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? മാറും. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം? ദില്ലത്ത് എന്ന് പറഞ്ഞാൽ നിന്ദ്യത. അവരല്ല എന്ത് ചെയ്തു? താഴ്ത്തിക്കളഞ്ഞു. മാത്രമല്ല വൽ മസ്കനത്ത്, പതിതത്വം. പതിതത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ അവസ്ഥ, ഒരു മാറ്റവും ഇല്ല. നമ്മൾ പറയാം സക്കന യസ്കുനു, സക്കന വെച്ച് താമസിച്ചു എന്നാണ്. ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുകയാണെങ്കിൽ അവിടെ തന്നെയല്ല നമ്മൾ നിൽക്കുക, വേറെ സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവൂല. ഇതുപോലെ ബനു ഇസ്രായേലിയരുടെ ആ അവസ്ഥക്ക് അല്ല എന്ത് കൊടുത്തില്ല? ഒരു ഉയർച്ച കൊടുത്തില്ല. അതേ അവസ്ഥയിൽ അങ്ങാക്കി കളഞ്ഞു. അപ്പോൾ അവർക്ക് പതിതത്വവും നിന്ദ്യതയും അള്ളാഹു അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. വബാഉ, അവർ മടങ്ങിപ്പോയി. ബാ എബി എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ്. വബാഉ, അവർ മടങ്ങുകയും ചെയ്തു. ബിഗളബിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കോപവുമായിട്ടാണ് അവരെന്ത് ചെയ്തത്? മടങ്ങിപ്പോയത്. അപ്പം അതിൻ്റെ കാരണം എന്താണ്? അതാണ് അടുത്ത വാചകത്തിൽ പറയുന്നത്. ദാലിക, അത്, ബി അന്നഹും കാനൂ, അവരായിരുന്നത് കൊണ്ടാണ്. ഇനി ഈ പറഞ്ഞ ഗളബും ദില്ലത്തും മസ്കനത്തൊക്കെ ഇവർക്ക് കിട്ടാനുള്ള കാരണം വബാഉ ബിഗളബിൻ മിനല്ലാഹ് എന്ന് പറയാനുള്ള കാരണം ദാലിക ബി അന്നഹും കാനൂ യക്ഫുറൂന ബി ആയാത്തില്ലാ. അതിൻ്റെ കാരണം അവരല്ലാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവരാണ്, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരാണ്. ആയത്ത് എന്ന പദം ഖുർആൻ പ്രധാനമായും 3 രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? ഒന്ന്, ആയത്ത് എന്നത് അള്ളാഹിൻ്റെ വചനങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആയത്ത് അതിൻ്റെ ജംആണ് ആയാത്ത്. രണ്ടാമത്തെ ഉപയോഗം അള്ളാഹു പ്രവാചകന്മാർക്ക് കൊടുത്ത മുഅ്ജിസത്തുകൾ, അതിനെ ആയാത്ത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നമൽ ആയാത്തു ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ നിന്നാണ് ആയത്തെന്ന് പറഞ്ഞില്ലേ, അത് മുഅ്ജിസത്തുകളെ പറ്റിയാണ്. പിന്നെ ആയത്തെന്ന് ഉപയോഗിച്ചതിനെ പറ്റിയാണ് കൗനിയായ പ്രപഞ്ചത്തിലെ സൂര്യൻ, ചന്ദ്രൻ, ആകാശം, അങ്ങനത്തെ പ്രപഞ്ചത്തിലെ കൗനിയായ ദൃഷ്ടാന്തങ്ങൾ, ഇതിനെപ്പറ്റിയും എന്തുപയോഗിച്ചിട്ടുണ്ട്? ആയാത്തെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ 2 അർത്ഥത്തിലാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത ആയത്തുകൾ അവരെന്ത് ചെയ്തു? നിഷേധിച്ചു. 2 മുഅ്ജിസത്തുകൾ അവരെന്ത് ചെയ്തു? കളവാക്കി. അപ്പോൾ അവർ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും ആയത്തുകളെയും നിഷേധിച്ചവരായിരുന്നത് കൊണ്ടാണ്
വയഖ്തുലൂന അവർ കൊല്ലുകയും ചെയ്തു അന്നബിയീന പ്രവാചകന്മാരെ ബിഗൈരിൽ ഹഖ് ഒരു ന്യായവും കൂടാതെ അവർ എന്ത് ചെയ്തു? പ്രവാചകന്മാരെ കൊന്നു. ദാലിക ബിമാ അസൗ അവർ ധിക്കാരം അനുസരണക്കേട് കാണിച്ചത് കൊണ്ടുമാണ്. വകാനു യഅ്തദൂൻ അവർ അക്രമം പ്രവർത്തിച്ചത് കൊണ്ടുമാണ്. 4 തിന്മകളാണ് ഇവർ ചെയ്തത്. ഒന്നെന്താണ്? അള്ളാൻ്റെ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും നിഷേധിച്ചു, നബിമാരെ ന്യായം കൂടാതെ കൊന്നു. ദാലിക ബിമാ അസൗ അള്ളാൻ്റെ കൽപ്പനയോട് ധിക്കാരം പ്രവർത്തിച്ചു. വകാനു യഅ്തദൂൻ അതിക്രമം കാണിച്ചു. ഈ 4 കാര്യത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് മൂസാ നബിയോടൊപ്പം ഇവർ ജീവിക്കുമ്പോൾ 3 കാര്യങ്ങൾ അവർ ചെയ്തു എന്നാണ്. ഒന്ന്, അള്ളാൻ്റെ ആയത്തുകളെ നിഷേധിച്ചു, ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞു, അവർ അക്രമം ചെയ്തു, അവരനുസരണക്കേട് കാണിച്ചു. പക്ഷെ പ്രവാചകന്മാരെ കൊല്ലുക എന്നുള്ളത് മൂസാ നബിയുടെ കാലശേഷമാണ് ഇവരിലുണ്ടായത്. അതിനെപ്പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞത്. മൂസാ നബിയുടെ കാലശേഷം ഇവരെന്ത് ചെയ്തു? ന്യായം കൂടാതെ ഒരുപാട് പ്രവാചകന്മാരെ ഇവരെന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ഒരുപാട് പ്രവാചകന്മാരെ. നമുക്കറിയാം, പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ഖുർആനിൽ പേരെടുത്ത് പറയാത്ത ഒരുപാട് പ്രവാചകന്മാർ എവിടേക്ക് വന്നിട്ടുണ്ട്? ബനൂ ഇസ്രായേലിലേക്ക് വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഒരു ന്യായമില്ലാതെ ഇവർ കൊന്നുകളയും. ഇത് മൂസാ നബിയുടെ കാലശേഷമാണ് ഉണ്ടായത്. മൂസാ നബിയോടൊപ്പം നിൽക്കുമ്പോൾ ഇവരിത് ചെയ്തിട്ടില്ല. മൂസാ നബിയുടെ കാലശേഷം വന്ന പ്രവാചകന്മാരെ ഇവർ കൊന്നു. അതുകൊണ്ടാണ് മൂസാ നബിയോടൊപ്പം ഇവർ നിൽക്കുമ്പോൾ ഇവരെപ്പറ്റി എന്താ പറഞ്ഞത്? ഫളൽതുക്കും അലൽ ആലമീൻ, ലോകരിൽ ഇവരെ ശ്രേഷ്ഠരാക്കി. ഇത് ആ ഒരു സമയത്താണ്. അതിനുശേഷം ഇവരെന്ത് ചെയ്തു? ഇവർ അള്ളാഹുവിൻ്റെ ദില്ലത്ത്, അള്ളാഹുവിൻ്റെ മസ്കനത്ത്, അള്ളാഹുവിൻ്റെ ഗളബ് ഇത് വാങ്ങിക്കൂട്ടി പ്രവാചകന്മാരെ കൊന്നുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചുകൊണ്ട്, അക്രമം പ്രവർത്തിച്ചുകൊണ്ട്, അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്.